ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ ഒരു 1K ലൈക്ക് ഇട്ട് ആർജിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഏതായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന മട്ട് തന്നെയാണ് പിങ്കിയുടെ കാര്യത്തില്. പിങ്കി ചെയ്തു കൂട്ടുന്നതെല്ലാം എല്ലാ പ്രാവശ്യവും നേരെ വിപരീതമായിട്ട് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യവും വന്നു. അങ്ങനെ എണ്ണ ഒഴിച്ചത് പിങ്കി ആണെന്ന് കണ്ടുപിടിച്ചു. ഏതായാലും പിങ്കി ഈ സമയം കൊണ്ട് സാന്ദ്രയുടെ അടുത്തേക്ക് വെച്ചു പിടിച്ചു കേട്ടോ. ആകെ സാന്ദ്രയേ ഉള്ളൂ. സാരോപദേശമൊക്കെ കേൾക്കാനും സാരോപദേശമൊക്കെ ചോദിക്കാനും നമ്മുടെ സാന്ദ്രയുടെ അടുത്തേക്ക് പോയി. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഷോക്കായി പോയി. ലക്ഷ്മി ചോദിച്ചു, പിങ്കിമോൾ എന്തിനാ അത് ചെയ്തത്? പിങ്കിമോള് അശോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഉണ്ടല്ലോ, പിങ്കി ചേച്ചി പറഞ്ഞിട്ടാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. പിങ്കി ചേച്ചിക്ക് അവളെ കണ്ണെടുത്താ കണ്ടൂടാ. കാരണം എന്താ, അവളൊരു അഴിഞ്ഞാട്ടക്കാരിയല്ലേ, അല്ലെങ്കിലും അവളൊരു അഴിഞ്ഞാട്ടക്കാരി തന്നെയാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. സുമംഗലി പറഞ്ഞു, നിർത്ത് പവിത്രേ, നീ കൂടുതൽ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കരുത്. അവൾ എന്ത് അഴിഞ്ഞാട്ടം ഇവിടെ നടത്തുന്നത്? പിങ്കി നടത്തുന്ന അഴിഞ്ഞാട്ടത്തിന്റെ 1% പോലും അവൾ നടത്തുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആർക്കും അവളെ കുറിച്ച് പറയാനുള്ള അവകാശമോ അധികാരവും ഇല്ല. അവളെ ഞാൻ കൊണ്ടുവന്നതാണെങ്കിൽ എനിക്ക് അവളെ ഇവിടെ നോക്കാൻ അറിയാം. നിങ്ങൾ ആരുവേ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കണ്ട. അവളെ എങ്ങനെയെന്ന് നിങ്ങൾക്ക് പറഞ്ഞയക്കാൻ പറ്റത്തുമില്ല. അവളെ ഇങ്ങോട്ടേക്ക് വരുത്തിയതിൽ എനിക്ക് കുറച്ച് പ്ലാനുകളും പരിപാടികളും ഒക്കെ ഉണ്ട്. അത് ഞാൻ നടപ്പിലാക്കുകയും ചെയ്യുന്നു പറഞ്ഞിട്ട് സുമംഗല ദേഷ്യം വന്ന് അകത്തേക്ക് കയറിപ്പോയിട്ടോ. അപ്പോഴേക്കാണ് പവിത്ര പറഞ്ഞു, കേട്ടില്ലേ പ്ലാനുകള്. എനിക്ക് തോന്നുന്നത് ഈ പ്ലാന് വേറൊരു പ്ലാനും അല്ല, ഈ പ്ലാൻ ഒരു ഫാമിലി പ്ലാൻ തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു, അതെന്താ പവിത്ര നീ അങ്ങനെ പറഞ്ഞത്? അപ്പൊ മോഹിനി പറഞ്ഞു, പവിത്ര പറഞ്ഞതിലും കാര്യമുണ്ട്, അവളെ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട. ഇതൊരു ഫാമിലി പാക്കേജ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവിടുന്ന് ആശ്രമത്തിൽ പോയി അവിടെ ചെന്ന് ഭജന ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സുമംഗലി ചേച്ചിയുടെ എല്ലാ വിളവും വെള്ളിയാഴ്ചയും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ ഇപ്പൊ പിങ്കിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് അവിടെ ഇപ്പം ആ സ്ഥാനത്ത് നയനേനെ പ്രതിഷ്ഠിക്കണം. അതിനുള്ളത് തന്നെയാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി, നിങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിക്കരുതേ. ഒരിക്കലും സുമംഗലി ചേച്ചി അതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ഞാനൊരു കാര്യം പറയാം. ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം കണ്ണിന് കാഴ്ചയില്ലേ, ചെവിക്ക് കേൾവിയില്ലേ, കാണുന്നത് കേൾക്കുന്നത് കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പിന്നെ എന്താ വിശ്വസിക്കുന്നത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിങ്കി ഒരു സൈഡില്, ഇപ്പൊ നയന വേറൊരു സൈഡില്, നടുക്ക് അർജുന. ഇതെന്തായി തീരുന്ന ദൈവത്തിനറിയാം. ഏതായാലും പിങ്കിനെ ഇളക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. അവള് പറഞ്ഞില്ലേ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന, അവള് പെട്രോൾ ഒഴിച്ച് തന്നെ മിക്കവാറും ഈ വീട്ടിലുള്ളവരെ കൂട്ടിയിട്ട് കത്തിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ദേഷ്യവും രോക്ഷവും വന്നിട്ടാ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയേക്കുന്നത് എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് ആയിക്കോട്ടെ, നമ്മുടെ നയനയാണെങ്കിൽ നയനയ്ക്ക് വേറെ ഒന്നും വേണ്ട, നമ്മുടെ അർജുനെ കിട്ടിയാൽ മതി. അപ്പൊ നയനയുടെ ഏക ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ അർജുൻ പോയല്ലോ, അർജുൻ അല്ല, പിങ്കി അവിടെ നിന്ന് പോയല്ലോ. അപ്പം ഇങ്ങനെ ചിന്തിച്ചു, ഏതായാലും പിങ്കി ഇല്ലാത്ത ദിവസം അടിച്ചു പൊളിക്കണം. അർജുൻ്റെ കൂടെ കൂടി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഏതായാലും അവിടെ അങ്ങോട്ട് കിടന്ന് മെഴുകണം എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അർജുൻ വന്നു കഴിയുമ്പോഴത്തേക്കും അർജുന് ഫുഡ് വാരി കൊടുക്കുകയാണ് കേട്ടോ. ആര്? നമ്മുടെ നയന. അങ്ങനെ ഇത് കണ്ടുകൊണ്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ നന്ദ ഇത് മാറി നിന്ന് കാണുക. അപ്പോഴത്തേക്കും നന്ദയ്ക്ക് മനസ്സിലായി, കയ്യിൽ നിന്ന് പകുതിയൊക്കെ പോയിന്ന് മനസ്സിലായി. ഇതെന്ത് ഇങ്ങനെയൊക്കെ ഇവര് പെരുമാറുന്നത്? നയന സാധാരണ പിങ്കി ഉള്ളപ്പോഴല്ലേ ഇത് ചെയ്യേണ്ടത്, വാരി കൊടുക്കലും കാര്യങ്ങളൊക്കെ പിങ്കി ഉള്ളപ്പോൾ ചെയ്ത് പിങ്കിനെ കാണിക്കാൻ വേണ്ടിയാണെന്ന് പറയാം. ഇതിപ്പോ പിങ്കിനെ കാണിക്കാൻ വേണ്ടി അല്ലാതെ അങ്ങനെ വാരി കൊടുക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ അർജുന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു, അർജുന്റെ തോളത്തെ കൈ പിടിച്ച് നടക്കുന്നു, അർജുന്റെ ബെഡ്റൂമിൽ പോയിരുന്ന് സംസാരിക്കുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് പന്തികേടാണെന്ന് മനസ്സിലായിട്ട് നന്ദ നയനെ ഇങ്ങ് വിളിച്ചു. നയനെ വിളിച്ചിട്ട് പറഞ്ഞു, നയനെ എനിക്ക് നയനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ, കേൾക്കാമല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും ഞാനിവിടെ ഉണ്ടല്ലോ. നന്ദ പറ, ഇനി ഏതാ നമ്മുടെ പ്ലാൻ? അടുത്ത പ്ലാൻ ഏതാ? അതെ, പ്ലാനും പദ്ധതിയൊന്നും ഇനി വേണ്ട. ഈ പ്ലാനും പദ്ധതിയൊക്കെ ഇവിടെ വെച്ച് പൂട്ടി കിട്ടിയേരെ. എനിക്കാ തെറ്റുപറ്റിയത്. എന്ത് തെറ്റുപറ്റി? അല്ല, എന്ത് തെറ്റുപറ്റിയെന്നാ നന്ദ ഈ പറയുന്നത്? എനിക്ക് വലിയൊരു തെറ്റുപറ്റി. അതെ, നമ്മള് എന്തായിരുന്നു പ്ലാൻ ചെയ്തത്? പിങ്കി കാണാൻ വേണ്ടി, പിങ്കിയുടെ മനസ്സൊന്ന് നോവിക്കാൻ വേണ്ടി, പിങ്കിയും അർജുനും ഒന്നിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. പക്ഷേ
പിങ്കി ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്തിന് അർജുനുമായിട്ട് നീ കൂടുതൽ ഇടപെടുന്നു? അതുമല്ല, ഒരു ഭാര്യയുടെ സ്വാതന്ത്ര്യം അത് നീ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ. ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ കൂട്ടുപിടിച്ച് ഞാൻ അവരെ ഒന്നിപ്പിക്കാൻ നോക്കിയത്. പക്ഷെ നിന്നെ കൂട്ടുപിടിച്ച് ഒന്നിപ്പിക്കാൻ നോക്കിയത് എന്റെ തെറ്റായിപ്പോയി. അത് ഞാൻ ചെയ്തൊരു തെറ്റ് തന്നെയാ. അതുകൊണ്ട് ഇവിടം കൊണ്ട് ആ കളി അവസാനിപ്പിച്ചോളാൻ പറഞ്ഞപ്പോഴത്തേക്കും അതെങ്ങനെ കളി അവസാനിപ്പിക്കാൻ പറ്റും നന്ദ പറയുമ്പോ കളി അവസാനിപ്പിക്കാനും നന്ദ പറയുമ്പോ കളി തുടങ്ങാനും അതിന് വേറെ ആളെ നോക്കണമെന്ന് പറഞ്ഞപ്പം നയനെ നീ എന്താ ഈ പറയുന്നത്? നയനയെ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നടത്തിയിട്ടേ ഇവിടുന്ന് പോകൂ എന്നും പറഞ്ഞുകൊണ്ട് നയന വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടൊരു പോക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ആകെ അടിപ്പതറി കേട്ടോ. കാരണം പിങ്കിക്ക് മനസ്സിലായി ഇനി നയന ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം വഷളാകും. നയന നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരാളല്ല എന്ന് മനസ്സിലായി നമ്മുടെ നന്ദയ്ക്ക്. ഈ സമയം നമ്മുടെ ലക്ഷ്മി വരും അങ്ങോട്ട്. അപ്പം ലക്ഷ്മി വന്നിട്ട് എന്ത് പറ്റി നന്ദമോളെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു. അല്ല എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? നയനുമായിട്ട് നീ എന്തായിരുന്നു ഒരു സംസാരം? അത് പിന്നെ അമ്മേ എനിക്കൊരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. എന്ത് തെറ്റുപറ്റി? മോക്ക് എന്ത് തെറ്റ് പറ്റിയതാ? മോക്ക് അങ്ങനെ തെറ്റ് പറ്റാൻ ചാൻസ് ഇല്ലല്ലോ. അത് പിന്നെ എനിക്ക് പറ്റിയ തെറ്റ് വേറെ ഒന്നുമല്ല അമ്മേ. ഞാനാണെങ്കിൽ പിങ്കിയും അർജുനും കൂടെ ഒന്നിക്കാൻ വേണ്ടി നയനയെ കൂട്ടുപിടിച്ച് അവർ തമ്മിൽ ഉള്ള ആ ഒരു കുറച്ച് സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോഴത്തേക്കും ഏതായാലും നമ്മുടെ പിങ്കിക്ക് അർജുനോട് സ്നേഹം ഉണ്ടെങ്കിൽ പുറത്ത് വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷെ അത് വലിയൊരു അബദ്ധമായി പോയി. അവള് നയന ശരിയല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന ശരിയല്ലെന്നോ? ആര് പറഞ്ഞു നയന ശരിയല്ലെന്ന്? അത് പിന്നെ പവിത്രയും മോഹിനിയും ഒക്കെ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അവൾ അഴിഞ്ഞാട്ടക്കാരിയാണ്, അവൾ ശരിയല്ല, അതാണ് ഇതാണെന്ന്. ഇത് എന്ത് ഞാൻ വിശ്വസിക്കും? സുമംഗലയാണെങ്കിൽ അവളെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇപ്പം ഇവിടെ ഈ കുടുംബത്തിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഏതായാലും പിങ്കിയുടെ മനസ്സിൽ അർജുനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയെന്ന് പറഞ്ഞപ്പം അതെനിക്ക് മനസ്സിലായി അമ്മേ. അതിനുവേണ്ടി തന്നെ ഞാൻ ഇത്രയൊക്കെ പ്രയത്നിച്ചത്. പക്ഷെ അതൊന്ന് ചെറുതായിട്ട് കൈവിട്ടു പോയി. എന്നാലും ഞാനിത് അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒരിക്കലും നമ്മുടെ ഈ കുടുംബത്തിൽ വന്ന് ഒരാളും അഴിഞ്ഞാടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഉടനെ തന്നെ നയനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം, നയനയെ പുറത്താക്കണം. നയന ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനി ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സുമംഗല വന്നിട്ട് അല്ല നന്ദ എന്താ ഈ പറയുന്നത്? നയനയെ പറഞ്ഞു വിടണമെന്നോ? അതിനുള്ള അധികാരം നന്ദയ്ക്കുണ്ടോ എന്ന് ചോദിച്ചു. അത് പിന്നെ സുമംഗല അപ്പച്ചി ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാ നമ്മുടെ പിങ്കിയുടെയും അർജുൻ്റെയും ഇടയിലേക്ക് ഇനി നയനയെ പിടിച്ചിടുന്നതും? എനിക്കറിയാം സുമംഗല അപ്പച്ചിയുടെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ നയനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല, എൻ്റെ അർജുൻ്റെ പെണ്ണായിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ടുകൊണ്ട് നമ്മുടെ പിങ്കി കയറി അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ സാന്ദ്രയുടെ അടുത്ത് പോയി കുറേ സാരോപദേശമൊക്കെ കേട്ടു കേട്ടോ. അപ്പം സാന്ദ്രയും പറയുന്നത് നീ ഒരിക്കലും അർജുനെ കൈവിടാൻ പാടില്ല. നിനക്ക് ആ വീട്ടിൽ നിന്ന് പറ്റണമെന്നുണ്ടെങ്കിൽ അർജുൻ വേണം. അതുകൊണ്ട് അർജുനെ എങ്ങനെയെങ്കിലും സ്നേഹിച്ച് വശത്താക്കാൻ നിന്നോട് പല തവണ പറഞ്ഞതാ. നിന്റെ അവിടെ ഉള്ളവരൊക്കെ പറയുന്ന പോലെ തന്നെ സ്നേഹമല്ലാതെ ഇതിന് യാതൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് നയനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ നോക്കണം. അതിനുള്ള എന്തെങ്കിലും പ്ലാനുകൾ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചറിയിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാന്ദ്ര ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് വിടുന്നത്. ഏതായാലും ഇവിടെ വന്നു കഴിയുമ്പോഴാണ് സുമംഗല ഈ കാര്യം പറയുന്നത് ചെവിയും കൊണ്ട് കേൾക്കുന്നതും. സുമംഗല പറയുന്നത് കേട്ടിട്ട് സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീക്ക് വിട്ടുകൊടുക്കണമെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ തോന്നുന്നത്? ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു ഡിവോഴ്സ് വേണം. പക്ഷേ എനിക്കിനി ഡിവോഴ്സും കാര്യങ്ങളൊന്നും വേണ്ട. എനിക്കിനി ഡിവോഴ്സിൻ്റെ കാര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്നും ഇനി അർജുൻ്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അർജുൻ്റെ ഭാര്യയായിട്ടിരുന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അവിടെ കിടന്നങ്ങോട്ട് തുള്ളാനും തുടങ്ങി കേട്ടോ. എന്നിട്ട് നയനെ അങ്ങോട്ട് വന്നപ്പോൾ നയനെ അങ്ങ് പീഡിച്ചിട്ട് മര്യാദയ്ക്ക് എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ സ്പേസിൽ കയറി ഞങ്ങളുടെ ഇടത്തിൽ കയറി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ അറിയാൻ പോകുന്നുള്ളൂ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയും പിങ്കിയുടെ സൈഡിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പം നന്ദയും പറയുന്നുണ്ട്, പിങ്കി പറയുന്നതിനോട് തന്നെയാണ് ഞാനും യോജിക്കുന്നത്. കാരണം ഒരിക്കലും ഒരു ഭാര്യയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാര്യമല്ല. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ പല പല പ്രശ്നങ്ങൾ കാണും. ആ പ്രശ്നങ്ങളൊക്കെ നോക്കി പിടിച്ചിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് വേറൊരു പെണ്ണിനെ കൊണ്ടുവരാൻ നോക്കുന്നത് എത്രത്തോളം നല്ലതാ സുമംഗല അപ്പച്ചി എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പം സുമംഗലയുടെ കുറച്ച് ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ അവിടെ മുട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ സുമംഗല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ. സുമംഗലയ്ക്കറിയാമായിരുന്നു പിങ്കിനെ വീഴ്ത്താൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. പിങ്കിനെ എങ്ങനെയെങ്കിലും വശത്താക്കണമെങ്കിൽ പിങ്കി അർജുനെ യഥാർത്ഥമായിട്ട് സ്നേഹിച്ച് തുടങ്ങണമെന്നാണ് സുമംഗല ആഗ്രഹിച്ചത്. ഒരിക്കലും അഭിനയിച്ച് തുടങ്ങുകയല്ല, യഥാർത്ഥമായിട്ട് സ്നേഹിച്ച് തുടങ്ങണം.
പക്ഷേ നമ്മുടെ അരുന്ധതിയൊക്കെ പറഞ്ഞ് നീ അങ്ങോട്ട് അഭിനയിക്കുക, നീ അർജുനോട് സ്നേഹം ഉണ്ടെന്ന് അങ്ങോട്ട് അഭിനയിക്കാനാണ് പിങ്കിയോട് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, സുമംഗലയ്ക്ക് അർജുനെ സ്നേഹിക്കണം, പിങ്കി യഥാർത്ഥമായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ സ്നേഹിക്കണം, ഇപ്പം സ്നേഹിക്കുവാണെങ്കിൽ സ്നേഹിക്കണം, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് പോവുകയാണെങ്കിൽ പോട്ടെ. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നമ്മുടെ സുമംഗല നിന്നത്. ഏതായാലും സുമംഗലയുടെ ഈ ഒരു ഐഡിയയും പദ്ധതിയും ഒക്കെ വിജയിച്ച് വരികയാണ് കേട്ടോ. അപ്പം ഐഡിയയും പദ്ധതിയൊക്കെ വിജയിച്ച് ഏതായാലും നമ്മുടെ സുമംഗല വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ പിങ്കി അർജുനുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ പിങ്കിക്ക് തന്നെ മനസ്സിൽ തോന്നി തുടങ്ങുകയാണ്, ഞാൻ എന്താ ഇങ്ങനെ, എനിക്കെന്താ അർജുനെ വിട്ടുകൊടുക്കാൻ പറ്റാത്തത്, അതെന്തായിരിക്കും എന്ന്. ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ പിങ്കി തന്നെ മനസ്സിലാക്കി എടുക്കുകയാണ്, എനിക്ക് അർജുനോട് എന്തോ ഒരു സ്നേഹമുണ്ട്, ഇത് ഗൗതമിനോടുള്ള സ്നേഹമൊന്നുമല്ല, ഈ വീട്ടിൽ നിൽക്കാനുമുള്ള സ്നേഹമൊന്നുമല്ല, പക്ഷേ എനിക്ക് അർജുനോട് സ്നേഹമുണ്ട് എന്ന് നമ്മുടെ പിങ്കി തന്നെ മനസ്സിലാക്കിയെടുക്കുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമുക്ക് അടുത്ത ആഴ്ച വരാനിരിക്കുന്നത്. എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. അപ്പോൾ നമുക്ക് ഇന്ന് നാളെയും വിശേഷമില്ല, കാരണം ഇപ്പം നമുക്ക് ടൈം അറിയാമല്ലോ, ടൈം ഒരു 10-10:30 അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയാണ്. നമുക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും വിശേഷമില്ലായിരിക്കും, ഇനി തിങ്കളാഴ്ചയും വിശേഷമുള്ളൂ. അപ്പം എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണുക കേട്ടോ. അപ്പോൾ അടിപൊളി വിശേഷങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിന് മുമ്പായിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നെക്സ്റ്റ് വീക്കെൻഡ് പ്രമോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീക്ക് ഫുള്ള് വിശേഷം ഇട്ടിട്ടുണ്ട്. അപ്പം അതും കൂടെ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഓണമാണ് വരാൻ പോകുന്നത്, നാളെ ഓണമാണ്, ഇന്ന് ഓണമാണ്, ഇനിയിപ്പോൾ നാളെ ഓണം എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പം എല്ലാവർക്കും ഒരു ഉത്രാട ദിനാശംസകളും അതുപോലെ തന്നെ ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം ഒക്കെ നേരുകയാണ് കേട്ടോ. അപ്പം നാളെ നമ്മൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല, നമുക്കും ഓണത്തിൻ്റെ കാര്യങ്ങളും തിരക്കും ഒക്കെ ആയിട്ട് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. നമ്മളിന്നും നിന്ന് വീഡിയോ ചെയ്യുന്ന സ്ഥലത്തല്ല നിൽക്കുന്നത്. അപ്പം ഞങ്ങളൊരു ചെറിയ ട്രിപ്പൊക്കെ വന്നതാണ്, ഇപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാകും. കണ്ടോ, നമ്മൾ പതുപോലെ നിൽക്കുന്ന സ്ഥലമല്ല കേട്ടോ. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എൻ്റെ വക എല്ലാവർക്കും ഒരു നല്ലൊരു ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഒരു ഓണമായിട്ട് തീരട്ടെ ഈ പ്രാവശ്യത്തെ ഓണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.